നമുക്ക് നമ്മുടെ കിണർ പണിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡേ ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം പണിക്കാർ പോകാൻ നേരത്ത് നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ണൊക്കെ നല്ല നനവുണ്ട്, സോ നാളെ ഉറപ്പായിട്ടും വെള്ളം കാണും എന്നുള്ളത്. അപ്പോൾ നമ്മളും തന്നെ രാവിലെ തൊട്ടേ നല്ല പ്രതീക്ഷയിലായിരുന്നു. അവരവരുടെ മാക്സിമം ചെയ്യണുണ്ട്. അവിടെ ഓരോ അടി കുഴിക്കുമ്പോഴും നമ്മളിങ്ങനെ ഇവിടെ എന്താ പറയുക, നല്ല പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഇപ്പം കാണും എന്നുള്ള ഒരു ഇതിൽ നമ്മുടെ ഈ ഒരു ഓവർ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാണുമ്പോൾ കുറച്ചെങ്കിലും പേർക്ക് എന്തായാലും തോന്നുന്നുണ്ടാവും ഓളും ഒരു കിണറും വീടും എന്നൊക്കെ. എടോ, നിങ്ങൾ ആദ്യം സ്വന്തമായിട്ട് ഒരു വീടൊക്കെ വെച്ച് കിണറൊക്കെ ഇതുപോലെ കുഴിച്ചൊക്കെ നോക്ക്. ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത് തന്നെയാണ് കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് വരുമ്പോഴേ ഇതിൻ്റെയൊക്കെ ആ ഒരു കറക്റ്റ് ഫീലിങ്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എൻ്റെ ലൈഫിലുള്ള നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് വെക്കും കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ എനിക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ സങ്കടങ്ങൾ മാത്രം നമ്മൾ കണ്ടാൽ പോരാ, നമ്മുടെ ലൈഫിൽ ഇത്രയും നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ട് എന്നും നമ്മൾ തിരിച്ചറിയണമല്ലോ. ഉള്ളത് പറയുകയാണെങ്കിൽ നമ്മൾ നല്ലോണം സ്ട്രഗിൾ ചെയ്തിട്ടും കഷ്ടപ്പെട്ടിട്ടും തന്നെയാണ് ഇന്നിപ്പോൾ ഈ ഒരു ലെവലിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ കാണുന്നവർക്ക് ഇതൊന്നും അത്ര വലിയ രസമുള്ള കാര്യമായിട്ട് തോന്നൂല എന്നുണ്ടെങ്കിലും നമ്മൾ അൽഹംദുലില്ലാ പഠിച്ച റബ്ബ് എത്തിച്ച് ഇപ്പോൾ സ്വർഗത്തിലാണ് നിൽക്കുന്നത്. കഥാപ്രസംഗം തൽക്കാലം ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്ക് നമ്മുടെ ഡേ വ്ളോഗിലോട്ട് കിടക്കാം. കഴിഞ്ഞ വീഡിയോയിലും നിങ്ങൾ പൂവട ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാകും. അപ്പം നിങ്ങൾ കരുതും എന്നും പൂവട തന്നെയാണോ പണിക്കാർക്ക് കൊടുക്കൽ എന്നുള്ളത്. നോട്ട് ദ പോയിന്റ്. ഞാൻ ഡെയിലി വീഡിയോ എടുക്കാറില്ല. 2, 3, 4 ദിവസം കൂടുമ്പോഴൊക്കെ വീഡിയോ എടുക്കാറുള്ളേ. കറങ്ങി തിരിഞ്ഞ് ഇന്നൊരു വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ എന്നും പൂവട തന്നെയാണ്. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാനും അത് കരുതിയിരുന്നു. ആദ്യം നമ്മൾ ഓൽക്കുള്ളത് അങ്ങോട്ട് ഉണ്ടാക്കി വെക്കും. അവർക്കുണ്ടല്ലോ ഈ ബേക്കറിയൊക്കെ കൊടുക്കുന്നതിനേക്കാളും ഇഷ്ടം എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മൾ കലത്തപ്പം, പൂവട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കൂലേ. അപ്പോൾ കുറച്ച് കൂടുതൽ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അത് എന്താ പറയുക, ഓരുടെ ആ ഒരു താല്പര്യം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കണ്ടറിഞ്ഞിങ്ങനെ ഉണ്ടാക്കി കൊടുക്കണത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഓൽക്കുള്ളത് അങ്ങോട്ട് ഉണ്ടാക്കി വെച്ച് ദെൻ നമുക്കും ഞം കഴിക്കണ്ടേ. അപ്പോൾ ഇതാ ഫ്രീസറിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നേ, അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതാ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പരിപാടിയിലോട്ട് അങ്ങോട്ട് കിടന്ന് ഇന്നിപ്പം റാഗി ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. റാഗി ദോശയും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഐബുട്ടനിൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ. അത് പിന്നെ അങ്ങനെ തന്നെയാണ്. ഞാൻ ഇപ്പോഴും പറയലില്ലേ, എൻ്റെ പുറകെ അവൻ എണീക്കും. നിഷു നീക്കണമെന്നുണ്ടെങ്കിൽ നേരം 8 മണിയാവും. നമ്മൾ തന്നെ ഓള് കിടന്നോട്ടെ എന്ന് വിചാരിക്കും. കാരണം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ സ്കൂളും മദ്രസൊക്കെ തുറക്കാനായില്ലേ. ഞാൻ 1-2 വട്ടം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു ഇന്ന് വെള്ളം എന്തായാലും കാണുന്നുള്ള കട്ട പ്രതീക്ഷയിലേനു നമ്മൾ ഇരിക്കണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു സെയിം കാര്യം നമ്മൾ എൻ്റെ ഫാദർലോനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളും നേരത്തെ കാലത്ത് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതായത് വെള്ളം കാണുന്ന ഒരു മൊമെൻറ്റ് അത് വേറെ ലെവലാണ്. ഏതായാലും ഇതിവിടെ എന്നും നടക്കുന്ന ഒരു കലാപരിപാടിയാണ് കേട്ടോ. അതായത് ഇപ്പം എപ്പോൾ വരികയാണെന്നുണ്ടെങ്കിലും ഐബുട്ടനൊരു മിഠായി ഉണ്ടാവും, അത് പോക്കറ്റിലേക്കാരുണ്ടാവുക. അപ്പോൾ ഐബുട്ടനും തന്നെ അത് കിട്ടോളം തപ്പിത്തെരഞ്ഞ് നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. നമ്മളും തന്നെ ഇന്ന് വേഗം പരിപാടി കഴിക്കണം എന്നുള്ള ലെവലിലേക്കായിരുന്നു. അതൊക്കെ കഴിച്ചാലല്ലേ നമുക്ക് ഈ കിണർ കുത്തണ അവിടെ അങ്ങനെ പോയിട്ട് വായി നോക്കി നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കണമല്ലോ. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനിരുന്നേ. കുട്ടി ഏതായാലും ഉപ്പാൻ്റെ അടുത്താണോ ഉള്ളത്. ഇപ്പാക്കും തന്നെ നമ്മൾ ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ബുട്ടനെയും കൊണ്ട് നടക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ചായയൊക്കെ കുടിച്ച് അതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള പരിപാടികളിലോട്ട് കിടക്കുകയാണ് ഞാൻ. ഒരു സൈഡിൽ നമുക്ക് ലഞ്ചിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യണുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ അതാ നമ്മുടെ കന്നിയിലോട്ടുള്ള ക്യാബേജ് തോരൻ കേട്ടോ. ഇന്നിപ്പോൾ ക്യാബേജാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങോട്ട് തോരനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പണിയെടുക്കാൻ എന്നതിനേക്കാളൊരു ഉഷാറേനെന്ന് എന്താ റീസൺ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ തിരുമ്പാനുള്ളതൊക്കെ അവിടെ ഓൾറെഡി നമ്മുടെ മെഷീനിലിട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇന്നിപ്പം നല്ല മഴ മൂടി നിൽക്കുകയാണ്. ഇടയിൽ ഓരോ വെയിലറിക്കും പോവും ഇതായിരുന്നു അവസ്ഥ കേട്ടോ. അപ്പോൾ പുറത്തിട്ടാൽ റിസ്ക് എടുക്കാനാവില്ല. അതെന്തായാലും വൈകുന്നേരം ആകുമ്പോഴേക്ക് ഷുവറായിട്ടും ഉണങ്ങൂല. അപ്പോൾ നമ്മൾ നമ്മുടെ കോണിക്കൂട്ടിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ കുറച്ച് അയലൊക്കെ കെട്ടിയിട്ടുണ്ട്. അവിടെ ഇടാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ 1-2 ദിവസം ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കന്നെ വേണ്ട. അവിടെ കിടന്ന് നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് ഉണങ്ങിക്കോളും. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എടുത്തുകൊണ്ടുവരാം. പണികളൊക്കെ തീർന്ന സ്ഥിതിക്ക് നമ്മൾ വേഗം പോയിട്ട് ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാണോ ഇല്ലയോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മാസം കാണാൻ നിൽക്കണ പോലത്തെ അവസ്ഥയാണ് കേട്ടോ.
പക്ഷേ അതിനേക്കാളും രസമാണോ ഇത് ഭയങ്കര രസമാണ് ഇങ്ങനെ വെള്ളം കാണുന്ന ഒരു സംഭവം. സാധാരണ ഒരു 10:30 ആകുമ്പോഴേക്ക് തന്നെ ഇവർ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് കയറലുണ്ട്. ഇന്നിപ്പം കയറണമെന്നല്ല കിണറ്റിന്ന് വെള്ളം തെരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഞാനതാ പറഞ്ഞത് ഇവരെ മാക്സിമം ഇവർ ചെയ്യണുണ്ട് എന്ന്. ഇത്രയും ആത്മാർത്ഥത ഉള്ള ഒരു പണിക്കാരെ നമ്മളെ വീട് വെച്ചിട്ട് ആദ്യമായിട്ട് കാണിക്കാരും. അത്രയും സാധുക്കൾ എന്ന് പറയില്ലേ, അത്രയും നല്ല പണിക്കാരേനു നമുക്ക് കിട്ടിയിട്ടത് കേട്ടോ. ഇവരാണെങ്കിൽ മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട്. നമ്മളും തന്നെ ഇവർ ഓരോ അടി കുഴിക്കുമ്പോഴും ഇപ്പം കാണും എന്നുള്ള ഒരു ഫീലിങ്ങിലാണ് നിൽക്കുന്നത്. പക്ഷേ അവസാനം വരെ കുഴിച്ച് നോക്കിയിട്ടും വെള്ളം കണ്ടില്ല കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ടല്ലോ. എന്നാലും ചെറിയ സമാധാനം എന്ന് പറയാൻ പറ്റില്ല, വലിയ സമാധാനം തന്നെ ഉണ്ട്. മണ്ണൊക്കെ മാറിയിട്ട് വെള്ളത്തിനടുത്തെത്തിയെന്ന് ഓല അത്രയും ഉറപ്പ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്കിത് അറിയാൻ പറ്റുമല്ലോ. അപ്പം എന്തായാലും കണ്ടില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നാളെ ഉറപ്പായിട്ടും കാണുന്ന അത്രയും 99%. കാരണം 1% നമ്മൾ പഠിച്ചവന് കൊടുക്കണം, അത് പഠിച്ച റബ്ബിൻ്റെ വിധിയാണ്. അതുപോലെ എല്ലാം നടക്കുള്ളൂ. നേരം കുറേ ആയി നമ്മൾ അവരോട് കഞ്ഞി കുടിക്കാൻ പറഞ്ഞു, എന്നിട്ടൊക്കെ ബാക്കി പണിയെടുക്കാമെന്ന് പറഞ്ഞേ. അപ്പോൾ കഞ്ഞിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് കാബേജ് തോരനേനും പിന്നെ കുറച്ച് മാങ്ങച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്ത് ജ്യൂസിന് ഇന്നിപ്പം നമ്മൾ ആപ്പിൾ ജ്യൂസാണ് കേട്ടോ റെഡിയാക്കണത്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ വ്ളോഗ് സ്റ്റോപ്പ് ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നമ്മുടെ അടുത്ത വീഡിയോ വെള്ളം കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ നെക്സ്റ്റ് വീഡിയോ വെള്ളം കിട്ടിയ വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ വരിക. അതെനിക്ക് അത്രയും ഉറപ്പോട് കൂടിയിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് ഷുവറായിട്ടും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം. നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ റിലേറ്റീവ്സ്, അതായത് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരല്ലാതെ വേറെ കുറച്ച് ആൾക്കാർ, പുതുതായിട്ടുള്ള കൂട്ടുകാർ ഇങ്ങനെ തിരക്കണ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതായത് കഴിഞ്ഞ വീഡിയോയിലും അതിൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ കമൻറ്റ് ബോക്സിൽ നമ്മൾ കാണാൻ കഴിയും, വെള്ളം കിട്ടിയോ എന്നിങ്ങനെ ചോദിക്കലുണ്ട്. അൽഹംദുലില്ലാ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോ എന്തായാലും സെറ്റ് ചെയ്യണതായിരിക്കും. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ അറിയാനും നമ്മുടെ എല്ലാ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലൊക്കെ പങ്കുചേരാനും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്കും ഹൈപ്പും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ദയവായിട്ട് സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, മറക്കരുത്. കമൻറ്റ് ബോക്സിലും ഞാൻ എപ്പോഴും പറയലുണ്ട്, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ, അതായത് ഇനിയിപ്പോൾ അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, എന്തായാലും നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ അതായാലും ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കുക കേട്ടോ. എന്നാലേ അതിനനുസരിച്ച് എൻ്റെ എഡിറ്റിംഗ് ആയാലും വീഡിയോ എടുക്കലായാലും ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ പുതിയ വിശേഷങ്ങളും മറ്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്.